ആ ദുഷ്ടം വല്യമ്മാവൻ ആ വീട്ടിലെ എല്ലാ സ്റ്റാഫിന്റെയും മുമ്പിൽ വെച്ച് എന്റെ കയ്യിൽ കീ വാങ്ങി അത്തണ്ടിക്ക് കൊടുത്തപ്പോ എന്റെ ഹൃദയം പൊട്ടിപ്പോയവാ. നീ പോയി, കഷ്ടമായി പോയി. നീയാണോ ഇതിനൊക്കെ നിനക്ക് അവളെ തിരിച്ചു തരാൻ പറ്റുമോ? അതെ സ്റ്റെല്ലേ, ആ താക്കോലിനോടൊപ്പം എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ സ്റ്റെല്ലേയും കൂടിയാണ്ടാ. നിനക്കറിയോ, ഒരു സ്പൂണിനെ പോലെയാണ് അവളിപ്പോ എന്നെ. സ്പൂണല്ല, പ്യൂൺ. പ്യൂണോ? ചേട്ടായി, ചേട്ടായി വിഷമിക്കണ്ട, ചേട്ടായിക്ക് ഞാനുണ്ട്. ചേട്ടായിയോ? ആരാടാ ചേട്ടായി? അമ്മയുടെ ചേച്ചിയുടെ മോനെ പിന്നെ ചേട്ടാന്നല്ലേ അച്ഛാന്ന് വിളിക്കാൻ പറ്റുമോ? അച്ഛാന്ന് വിളിക്കാനും നീ മടിക്കില്ലടാ. അവനെ ഒതുക്കാൻ എന്താ ഒരു വഴി? വഴിയുണ്ട്. ഇരുട്ടടി. ഈ വല്യച്ഛന് പുഴുക്കടി മാത്രമല്ല, രാത്രി സഞ്ചാരം ഉണ്ടോ? അച്ഛനത്തിന് ഇപ്പൊ ഇങ്ങോട്ട് വന്നു തല്ലു ഉള്ളുവോ? വല്യച്ഛനെ തല്ലാൻ പറഞ്ഞില്ലായിരുന്നല്ലോ, നീ പറഞ്ഞു. എന്താണോ തെണ്ടി? എന്റെ അച്ഛനെ അമ്മ തല്ലുന്നേ? ഓ, നിന്റെ അച്ഛനെയാണോ തല്ലുന്നത്? അച്ഛനെ തല്ലുമ്പോ മോൻ സർക്കസ് കാണിക്കണ? അയ്യോ എന്തായി കാണിക്കുന്ന? ഇതെന്റെ അച്ഛനെ അടിക്കാൻ വേണ്ടി ആ പാലഗോപുരം തെണ്ടിയ സ്ഥലം ഞങ്ങൾ ഏർപ്പാട് ചെയ്താ ഇതിന്. നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അറിയാൻ സമയം കിട്ടിയില്ല, എല്ലാം പെട്ടെന്നായിരുന്നു. വല്യച്ഛ, ഇവിടെ കുറെ കൊലകൾ നടക്കും. ബാലഗോപാലിനെ തല്ലുന്നെന്ന് കേട്ടപ്പോ ഞങ്ങളെല്ലാം സ്വയം മറന്ന് ഇവിടെ എത്തിയതാ. ഒന്നും സംഭവിച്ചില്ലല്ലോ. തക്ക സമയത്ത് നിങ്ങളെല്ലാം എത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. ഇത് ഇരുട്ടടിക്കുള്ള വെറും ഒരു സാമ്പിൾ മാത്രം. സാരമില്ലടാ മക്കളെ. എടാ, തന്തേ നടന്ന് ചെയ്താ ഇങ്ങനെയൊക്കെ ഇരിക്കും. വാ. ഒരു കഷ്ണം കൂടി ഇടട്ടെ? നിന്നോടല്ല, ഇടട്ടെ മഹാദേവ? വേണ്ട വേണ്ട. എന്നാ പിന്നെ ബ്രെഡ് പാലിനകത്ത് മുക്കി കഴിക്കേ. അയ്യോ വേണ്ട.
എന്നാ പാല് മാത്രം തരട്ടെ. വയറ്റിന് സുഖമില്ലാത്തോണ്ടാ. എന്നാൽ പിന്നെ പങ്കജ കസ്തൂരി കലക്കി തരട്ടെ ബാലഗോപാല. ബാലഗോപാൽ ഞാൻ പാട്ടുപാടിയതാ. ബാലഗോപാലനെ എന്നെ കേൾപ്പിക്കും പാടേടി. മതി മതി, ഇപ്പൊ എണ്ണ തേപ്പിക്കണ്ട, ഊണ് കഴിച്ചാ മതി. ശോഭമോള് വരുന്നു പറഞ്ഞപ്പോ തൊട്ട് കാണാനങ്ങ് കൊതിയാവുന്നു. സുഭദ്ര പറയാ വല്യേട്ടന്റെ ചായ തന്നെ ആയിരിക്കുമെന്ന്. അതിപ്പോ മക്കൾക്ക് അച്ഛന്റെ ചായ ഉണ്ടാവുക പറയുന്ന പുതിയ കാര്യമൊന്നുമില്ലല്ലോ. അത് നേരാ. അല്ല, ശോഭമോടെ ഫോട്ടോ ഒന്നുമില്ലേ മഹാദേവ കയ്യില്? കുടി കുടി, വെള്ളം കുടി, വെള്ളം കുടി. വെള്ളം വേണ്ട, വെള്ളം വേണ്ട. ആ, അതെ അതെ, ഈ ഫോട്ടോയുടെ കാര്യം ഞാനും മഹാദേവനോട് ചോദിക്കണ്ടായി. അപ്പൊ മഹാദേവൻ പറയുന്നത് ഈ ഫോട്ടോ എടുക്കുക, അത് സൂക്ഷിച്ചു വെക്കുക എന്നൊക്കെ പറയുന്നത് സ്നേഹക്കുറവിന് കാരണമാവുന്നതാണ്. വിശ്വാസങ്ങള്. അതെ, എന്റെ അമ്മ കാരണമാണ് എന്റെ അച്ഛൻ മരിച്ചത്. അമ്മയുടെ ലോക്കറ്റിനുള്ളിൽ അച്ഛന്റെ ഫോട്ടോ കെട്ടി തൂക്കിയിട്ടിരുന്നു. ആ, എടോ മേനോനെ, ഇത്ര വയസ്സായിട്ടും എന്റെ ചക്രവർത്തിന്റെ ഫോട്ടോ ഞാൻ എന്റെ മണിപ്പേൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഞങ്ങളുടെ സ്നേഹം ഇതുവരെ കൂടുതലല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടില്ല. അതെ, ഇതൊക്കെ വിശ്വസിക്കാൻ എന്റെ അളിയൻ അത്ര മണ്ടനൊന്നും അല്ല. ഇനിയിപ്പോ ഫോട്ടോ ഒക്കെ എന്തിനാ? നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമല്ലോ. അയ്യോ, വല്യത്തിന് പുഴുക്കടി തുടങ്ങിയിട്ട് 7 കൊല്ലം കഴിയുന്ന ദിവസാ. അയ്യേ, നാളെ ഏപ്രിൽ 28. മറന്നോ എല്ലാരും? എന്റെ ശോഭമോള് വരുന്ന ദിവസമാ. നാളെ ഇനി പെണ്ണിനെ കൊണ്ടുവന്നില്ലെങ്കിൽ ആ മനുഷ്യനോട് എന്ത് സമാധാനം പറയും? ബാലു, എവിടുന്നെങ്കിലും ഞാനൊരു പെണ്ണിനെ അടിച്ചോണ്ട് വന്നാലോ എന്നാണ് ആലോചിക്കുന്നത്. അയ്യേ, മൂത്ത് നരച്ചല്ലോ. ഇനി നിങ്ങൾക്ക് നാണമില്ലേ പെണ്ണിനെ അടിച്ചോണ്ട് വരുമെന്ന് പറയാൻ? അടിച്ചോണ്ട് വരിക എന്ന് പറഞ്ഞാൽ എവിടുന്നെങ്കിലും നാടകത്തിൽ നിന്നൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ള അർത്ഥത്തിലാണ്. മേനോൻ സാറേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ നാടകത്തിൽ നിന്ന് സിനിമയിൽ നിന്നൊക്കെ പെണ്ണുങ്ങളെ കൊണ്ടുവരിക, അവളുമാരോട് അഭിനയിക്കുക, ഇതൊന്നും എന്നെ കിട്ടത്തില്ല. എന്നാ പിന്നെ താൻ തന്നെ പരിഹാരം പറ. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. നടന്നതെല്ലാം അച്യുതൻ നായരോട് നാളെ തന്നെ തുറന്നു പറയുക. ഒരു പരിഹാരമുണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ അത് പറഞ്ഞേ പറ്റൂ. അത് എത്രയും പെട്ടെന്നാകുന്നതാണ് നല്ലത്. മാത്രവുമല്ല, ഇപ്പൊ അങ്ങനെ ആരോഗ്യനില വളരെ ബെറ്റർ ആയിരിക്കുന്ന സമയമാണ്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ എന്റെ ബാലു. ഇനി ഒന്നും ആലോചിക്കാനില്ല എന്റെ സാറേ. നാളെ എല്ലാം തുറന്നു പറഞ്ഞ് ഞാൻ എന്റെ പാട് നോക്കാൻ പോകും. ആ മേനോനുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് അവൻ ഈ കളിയെല്ലാം കളിച്ചത്. നാളെ തന്നെ അവനും മേനോനും കള്ളന്മാരാണെന്ന് അറിയുമ്പോ അവരുടെ കഥ കഴിയും. അവരെ അളിയൻ ഇവിടുന്ന് അടിച്ചിറക്കുമ്പോ നമുക്ക് പടക്കം പൊട്ടിക്കിടാ പോലെ. അച്ഛാ, അടക്കം പൊട്ടിക്കുന്നതിനോടൊപ്പം ആ മേനോന് തിന്നണ്ട് പൊട്ടിക്കാൻ അച്ഛൻ എന്നെ അനുവദിക്കണം. നീ പൊട്ടിച്ചോടാ. ആലോചന വല്യച്ഛ, ആലോചന, ഗൂഢാലോചന. അവരാള് ചില്ലറക്കാരല്ല. നാളെ ഏതെങ്കിലും നാടക കമ്പനിയിൽ നിന്ന് ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് വല്യമ്മാവന്റെ മോളാണെന്ന് പറയിക്കാനാണ് അവരുടെ ശ്രമം. ആ നാറിയ മേനോനാണ് ഇതിന്റെ ഈ മെയിൻ സ്വിച്ച്. അച്ഛാ, ആ മെയിൻ സ്വിച്ച് നമുക്ക് ഓഫാക്കണം. അവനും ആ മേനോനും നടിയെ കൊണ്ടുവരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് അവൻ ഇന്ന് രാത്രി പുറത്തു പോകാനേ പാടില്ല. അതിനാദ്യം അവന്റെ മുറി പുറത്തു നിന്ന് പൂട്ടണം. പുറത്തു നിന്നല്ലാതെ പിന്നെ അകത്ത് നിന്ന് പൂട്ടാൻ പറ്റൂടാ. അത് ശരി. വേണ്ട, അവനകത്ത് ഗാഠനിദ്രയില്ല. ഉണർത്തണ്ട. അവന്റെ അവസാനത്തെ ഉറക്കമല്ലേ, ഉറങ്ങിക്കോട്ടെ. അവനകത്തില്ലെന്നാ തോന്നുന്നത്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? മുറി അകത്ത് നിന്ന് പൂട്ടിയിരിക്കല്ലേ. നീ എന്തൊരു മണ്ടനാടാ. അവനകത്തില്ലെങ്കിൽ മുറി അകത്ത് നിന്നല്ലേ പൂട്ടു. അത് നേരാണല്ലോ. നമുക്കൊരു പണി ചെയ്യാം. അവനകത്തുണ്ടോ എന്നറിയാൻ മുറി തുറന്ന് അകത്ത് കയറി നോക്കാം. അതിന് മുറി അകത്ത് നിന്ന് പൂട്ടിയിരിക്കില്ലേ? നമുക്ക് ചവിട്ടി തുറക്കാം. ഓക്കെ, റെഡി, 1 2. അയ്യോ, മുറി പൂട്ടിയിട്ടില്ല. അയ്യോ, അവൻ മുങ്ങി.